ആലപ്പുഴയിലെ കളർകോട് വാഹനാപകടത്തിൽ മരിച്ച മെഡിക്കൽ വിദ്യാർത്ഥികളെ നാട് വിട നൽകി. ഏറെ പ്രതീക്ഷയോടെ 2 മാസം മുമ്പ് ആലപ്പുഴയിലെ വണ്ടാനം മെഡിക്കൽ കോളേജിൽ എത്തിയവർക്കാണ് ഇന്ന് ക്യാമ്പസ് അന്ത്യയാത്രാമൊഴി നൽകിയത്. അപകടത്തിൽ മരിച്ച ലക്ഷദ്വീപ് സ്വദേശി മുഹമ്മദ് ഇബ്രാഹിമിൻ്റെയും പാലക്കാട് ശേഖരിപുരം സ്വദേശി ശ്രീദീപ് വത്സൻ്റെയും സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി. കണ്ണൂർ സ്വദേശി മുഹമ്മദ് അബ്ദുൽ ജബ്ബാറിൻ്റെ കബറടക്കം ഇന്നാണ്. ആയുഷ് ഷാജി, ദേവാനന്ദൻ എന്നിവരുടെ സംസ്കാര ചടങ്ങ് നാളെയാണ്. ഇന്നലെ ക്യാമ്പസിൽ നിന്ന് സന്തോഷത്തോടെ മടങ്ങിയതാണ്. ഇന്ന് അതേയിടത്തേക്ക് ചേതനയറ്റാണ് അവരെ എത്തിച്ചത്. 5 പേരുടെയും മുന്നിൽ കണ്ണീർ പൊഴിക്കാനേ അവസാന നോക്കിനായി എത്തിയവർക്ക് കഴിഞ്ഞുള്ളൂ. സഹപാഠികളും അധ്യാപകരും മാത്രമല്ല, ഇതിനു മുമ്പ് 5 പേരെയും അറിയാത്ത നിരവധി പേരാണ് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ മെഡിക്കൽ കോളേജിലെത്തിയത്. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി 12 മണിയോടെയാണ് മൃതദേഹങ്ങൾ പൊതുദർശനത്തിനായി കോളേജിലേക്ക് എത്തിച്ചത്. 1 മണിയോടെ പൊതുദർശനം അവസാനിച്ചു. സംസ്കാരത്തിനായി 5 പേരുടെയും മൃതദേഹം സ്വദേശങ്ങളിലേക്ക് കൊണ്ടുപോയി. ലക്ഷദ്വീപ് സ്വദേശി മുഹമ്മദ് ഇബ്രാഹിമിൻ്റെ മൃതദേഹം എറണാകുളം സെൻട്രൽ ജുമാ മസ്ജിദിൽ ഖബറടക്കി. അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന 3 പേരുടെ നില ഗുരുതരമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. 24 ആലപ്പുഴ.